ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ തെരുവിലേക്ക് പുതിയ കുപ്പായം വാങ്ങാൻ പോയ ജുനൈദിനെ തലയിൽ തൊപ്പിയിട്ടതിന്റെ പേരിൽ RSSന്റെ ആൾക്കൂട്ടം കൊന്നുകളഞ്ഞു. അതൊരു പുതുമയല്ല, രാജ്യത്ത് നിത്യവും സംഭവിക്കുന്നതാണ്. ചരമക്കോളത്തിലേക്ക് മാറുമായിരുന്ന ആ വാർത്തയെ ഞങ്ങൾ അങ്ങനെ മാറ്റാൻ സമ്മതിച്ചില്ല. ബല്ലബ്ഗഡി എന്ന ഗ്രാമം എവിടെ എന്ന് അന്വേഷിച്ചു. ഹരിയാനയിലാണ്. ഹരിയാനയിലെ ബല്ലബ്ഗഡിയിലേക്ക് പോയി. ജുനൈദ് എന്ന് പറയുന്ന 19 വയസ്സുള്ള കുഞ്ഞുബാബയുടെ മാതാപിതാക്കളെ പോയി കണ്ടു. ഈ കേസ് മുസ്ലിം യൂത്ത് ലീഗ് ഏറ്റെടുത്ത് പോരാട്ടം നടത്തുമെന്ന് പറഞ്ഞു. ബല്ലബ്ഗഡിയിലെ ജുനൈദിന്റെ കൊലപാതകത്തിന് അവനെ കൊന്നുകളഞ്ഞതിന് നീതി ചോദിക്കാൻ യൂത്ത് ലീഗ് പോരാട്ടം നടത്തിയത് ഈ രാജ്യത്തിലെ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുകയും ആ ഗ്രാമത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ഒരു വാർത്തയെ രാജ്യത്തിന്റെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. കാശ്മീരിലെ കത്വയിൽ ആസിഫ എന്ന് പറയുന്ന കുഞ്ഞുവാവ കൊല ചെയ്യപ്പെട്ടു. എത്ര പേർ അപലപിച്ചു, എത്ര പേർ ഞെട്ടൽ രേഖപ്പെടുത്തിയവരും അപലപിച്ചവരൊക്കെ പിരിഞ്ഞുപോയി. ആ കുഞ്ഞുവാവക്ക് നീതി ചോദിക്കാൻ, ആ പോരാട്ടത്തെ ഏറ്റെടുക്കാൻ ആർക്ക് കഴിയും? ഞങ്ങൾ ചോദിക്കട്ടെ, കുന്നമംഗലത്തെ DYFIക്കാരെ, നിങ്ങളൊന്ന് പറയുമോ? മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനം നടത്തുമ്പോ ഇന്ത്യ മുഴുവൻ NDTV കത്വയിലെ കുഞ്ഞുവാവയുടെ കൊലപാതകത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ കൊടുത്ത ബ്രേക്കിംഗ് ന്യൂസ് കത്വ ഷുക്ക് ദ നാഷൻ എന്നാണ്. കത്വ ഇന്ത്യയെ പിടിച്ചുലച്ചിരിക്കുന്നു എന്നാണ് അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ആ കത്വയിലെ കേസ് യൂത്ത് ലീഗ് ഏറ്റെടുത്തു. മുസ്ലിം യൂത്ത് ലീഗ് ആ കേസ് ഏറ്റെടുത്തു. ഞങ്ങൾ ഏറ്റെടുത്തു. ആ കേസ് കാശ്മീരിൽ നടത്താൻ പറ്റില്ല എന്ന് കണ്ടപ്പോ പഞ്ചാബിലെ പഠാൻകോട്ടിലേക്ക് ആ കേസ് കൊണ്ടുവന്നു. പഠാൻകോട്ടിൽ ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഏതു സമയവും അഡ്വക്കേറ്റ് മുബീൻ ഫാറൂഖിയുടെ ഒരു കോള് ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ ആ സമയം പഞ്ചാബിലേക്ക് പുറപ്പെടണം. ആ പോരാട്ടം നടത്താൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ യൂത്ത് ലീഗിന്റെ ദേശീയ കമ്മിറ്റിയെ സഹായിച്ചു. പ്രിയപ്പെട്ട ഫിറോസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അവർക്ക് വേണമെങ്കിൽ ഞങ്ങളോട് പറയാമായിരുന്നു, ദേശീയ യൂത്ത് ലീഗ് നടത്തുന്ന സമരം നിങ്ങൾ സമാഹരിച്ചോ, നിങ്ങൾ പോയി ഫണ്ട് കണ്ടെത്തിക്കോ എന്ന് പറയാമായിരുന്നു. പക്ഷെ യൂത്ത് ലീഗ് അന്ന് ഞങ്ങളുടെ കയ്യിൽ സന്നാഹങ്ങളില്ല. ഞങ്ങളുടെ മുനവർത്തങ്ങളും ഫിറോസും പറഞ്ഞത്, കത്വയിലെ കുഞ്ഞുവാവയുടെ ചോരക്ക് നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന നിങ്ങൾക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ കേരളത്തിലെ പ്രവർത്തകർ ധാർമ്മികമായ പിന്തുണ തരും എന്നാണ്. അപ്പൊ ചില ബോറന്മാര് ചോദിക്കുന്നത്, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ സഹായിക്കൂലെന്നാണ്. എന്തൊരു നിഷ്കളങ്കമായ ചോദ്യം. പ്രോസിക്യൂഷൻ സഹായിക്കോ? ഈ രാജ്യത്തിലെ പ്രമാദമായ കേസുകളിലൊക്കെ പ്രോസിക്യൂഷൻ സഹായിച്ചിട്ടാണോ ഇന്ത്യയിൽ കേസ് നടന്നത്? അങ്ങനെ പ്രോസിക്യൂഷൻ ആണോ കേസുകളൊക്കെ വിജയിപ്പിച്ചെടുത്തത്? ഞങ്ങൾ ചോദിക്കട്ടെ. ഞാൻ വലിയ ദേശീയ തലത്തിലേക്കൊന്നും പോകുന്നില്ല. മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ ഈ കാലത്ത് പ്രോസിക്യൂഷനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒഫീഷ്യലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രോസിക്യൂഷനെ ബ്രീഫിംഗ് നടത്തുക, അവരെ അസിസ്റ്റ് ചെയ്യുക, ട്രയൽ നടക്കുന്ന കോടതിയിൽ പോയിട്ട് ഹാജരായിട്ടിരിക്കുക, ട്രയൽ കോർട്ടിൽ ഇത് നടക്കുന്ന സമയത്ത് അതിനെ നിരീക്ഷിക്കുക എന്നുള്ളത് ഈ രാജ്യത്തെ ഒരു നിയമ പ്രക്രിയയുടെ ഭാഗമാണ്. അതിന്റെ DYFIക്ക് അങ്ങനെ പറയാം, CPMന് അങ്ങനെ പറയാം. ആസിഫയുടെ കേസിൽ പ്രോസിക്യൂഷൻ സഹായിച്ചിട്ട് നീതി വരുമെന്ന് CPMകാരെ, മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്കിത് കേവലം കൊലപാതക വാർത്തയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞനുജത്തിയാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷനെ ബരമേൽപ്പിച്ച് മാറി നിൽക്കാൻ പറ്റൂല. ഞങ്ങൾ പ്രിയപ്പെട്ട ഷുക്കൂർ വധക്കേസിൽ പ്രോസിക്യൂഷൻ നടത്തുമല്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് പത്മനാഭൻ എന്ന പ്രഗത്ഭനായ വക്കീല് ഷുക്കൂറിന്റെ വധത്തിൽ പ്രോസിക്യൂഷന്റെ കൂടെ ഞങ്ങൾ വെച്ച പ്രൈവറ്റ് വക്കീലാണ്. ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകികൾക്ക് നീതി വാങ്ങിക്കൊടുത്ത നിയമ പോരാട്ടം നടന്നപ്പോ പ്രോസിക്യൂഷൻ സഹായിച്ചതാ? അല്ല. ഞങ്ങൾ പ്രൈവറ്റ് വക്കീലിനെ വെച്ചതാണ്, അഡ്വക്കേറ്റ് പത്മനാഭൻ. അതേ പത്മനാഭനെയാണ് നമ്മൾ ഷുക്കൂറിന്റെ വധക്കേസിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഷുഐബ് കൊലക്കേസിൽ, അൻവർ കൊലക്കേസിൽ, ഇതിലൊക്കെ ഞങ്ങൾ പ്രോസിക്യൂഷനെ സഹായിക്കാൻ അഭിഭാഷകരുണ്ട്. കുന്നമംഗല തങ്ങാടിയിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഈ രാജ്യത്തിന്റെ നിയമ പ്രക്രിയയെ കുറിച്ച് പ്രാഥമികമായി അറിയാത്തവർ. ഒരു പറയുന്നത് ശരിയാണ്, പ്രോസിക്യൂഷൻ കേസ് നടത്തും. പക്ഷേ കത്വയിൽ ആസിഫ എന്ന് പറയുന്ന കുട്ടിക്ക് നീതി കൊടുക്കേണ്ടത് യൂത്ത് ലീഗിന്റെ പ്രഥമവും പ്രധാനവുമായ ബാധ്യതയായതുകൊണ്ട് ഞങ്ങൾ പ്രോസിക്യൂഷൻ കേസ് നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. ആ കേസിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായി. ഈ രാജ്യത്തെ ഒരു സംഭവത്തിന്റെ പിന്നിലും ഒരു സംഭവം പ്രോസിക്യൂഷന് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ല. ജാർഖണ്ഡിലെ തബറെ സൻസാരി, പിലക്കയിലെ കാസിം, അങ്ങനെ ഇന്ത്യ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട അസൻസോളിലെ മൗലാന മുഹമ്മദ് ഇംദാദുല്ല റാഷിദി എന്ന് പറയുന്ന ഇമാമിന്റെ മകൻ, ഇന്ത്യ രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളിലൊക്കെ യൂത്ത് ലീഗ്
അനീതിക്കെതിരെ പ്രതിരോധമുയർത്തി ഈ രാജ്യത്തെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ആ പോരാട്ടം പുതിയ തലങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ പോരാട്ടം നടത്തുമ്പോൾ ഞങ്ങൾക്ക് പൂമാലിട്ട് സ്വീകരിക്കാൻ ആരെങ്കിലും വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പ്രതിസന്ധികളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. 2018 ഞാൻ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു സമരം കഴിഞ്ഞിരിക്കുമ്പോഴാണ്, ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ജന്തർ മന്ദിറിൽ ഒരു സമരം കഴിഞ്ഞിരിക്കുമ്പോഴാണ് എന്നെ ഫിറോസ് വിളിക്കുന്നത്. ബാബു എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡൽഹിയിലുണ്ട്. കൂടാരാണെന്ന് ചോദിച്ചു. ഞാൻ ഒറ്റക്കാന്ന് പറഞ്ഞു. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്, സംസാരിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സംസാരിക്കാം. ഫിറോസ് എന്നോട് പറഞ്ഞു, നമ്മൾ കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ അനുധായിമകൾക്കെതിരെ സമരം നടത്തുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായി ക്യാബിനറ്റിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്ക് ലീഗിനെ തകർക്കുക എന്നുള്ളത് ആത്യന്തികമായി കൊട്ടേഷൻ എടുത്ത ഒരു മന്ത്രിയുടെ അരുതായ്മ, അദ്ദേഹം അധികാരത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ബന്ധുക്കളോട് കാണിച്ച ഒരു സോഫ്റ്റ് കോർണറിനെ ചോദ്യം ചെയ്യുകയാണ്. ആ സമരം നടക്കുന്ന സമയത്ത് നമ്മൾ ആ പോരാട്ടത്തിന്റെ വഴിയിലാണ്. നമ്മൾ ആ സമരം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എങ്ങനെ സമരം നടത്തിയത്? ഒരു മന്ത്രിക്കെതിരെ കേരളത്തിൽ MP രാഘവനെ വേട്ടപ്പട്ടികളെ പോലെ പിന്തുടർന്ന DYFIയുടെ മാതൃക നമ്മുടെ മുന്നിലുണ്ട്. 5 DYFIയുടെ പ്രവർത്തകരെ പോലീസിന് എറിഞ്ഞുകൊടുത്ത് കൊന്നുകളഞ്ഞ മാതൃക. ആ സമരം എവിടെ എത്തി? പിന്നീട് ശ്രീ MP രാഘവൻ എന്തു സംഭവിച്ചു എന്ന് CPM നിങ്ങൾ ഞങ്ങളോട് വിശദീകരിക്കണ്ട. നിങ്ങളുടെ കൂട്ടത്തിലുള്ള നികേഷ് കുമാറിനോടെങ്കിലും മിനിമം എന്തിനായിരുന്നു താങ്കളുടെ അച്ഛനെതിരെ ഞങ്ങൾ സമരം നടത്തിയതെന്ന് പറയാനുള്ള ബാധ്യത CPM-നുണ്ട്. അതുകൊണ്ട് ആ പോരാട്ടങ്ങളിലേക്കൊന്നും യൂത്ത് ലീഗ് പോയില്ല, സംഘർഷമുണ്ടാക്കിയില്ല, കലാപമുണ്ടാക്കിയില്ല, ബാരിക്കേഡ് സൃഷ്ടിച്ചില്ല. നിയമപരമായ പോരാട്ടം, ഈ രാജ്യത്തിന്റെ നിയമ നടപടിയിൽ പ്രതീക്ഷയർപ്പിച്ച് ഞങ്ങൾ നടത്തിയ പോരാട്ടം. ഫിറോസ് എന്നോട് പറഞ്ഞത്, സമരം ഈ പ്രതിരോധം മുറുകുകയാണ്. നമ്മളൊരു യുവജന സംഘടനയാണ്, നമുക്ക് അധികാരമില്ലേ. നമ്മൾ പിണറായി വിജയന്റെ സിൻഡിക്കേറ്റിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിക്കെതിരെ നടത്തുന്ന ഈ പോരാട്ടം ഭരണകൂടം നോക്കി നിൽക്കില്ല. ഞാൻ ചോദിച്ചു, കം ടു ദ പോയിന്റ്, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് വരും. എന്നോട് പറഞ്ഞു, ഈ പോരാട്ടത്തിന്റെ പൊട്ടൻഷ്യൽ എനിക്കറിയാം, ഒരു വേള ഞാൻ അകത്തായേക്കാം. ഈ സമരവഴിയിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്നെ വരിഞ്ഞു മുറുക്കിയേക്കാം. ഞാൻ അകത്തുപോയാൽ യൂത്ത് ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളുടെ നിലപാടുണ്ടാകും. ഇപ്പൊ ആളുകൾക്കൊക്കെ ഇതിങ്ങനെ ചരിത്രം പറയാൻ നല്ല രസമാണ്. മന്ത്രി രാജിവെച്ച് കേരളത്തിന്റെ ചരിത്രത്തിലെ കോടതി പരാമർശത്തിലൂടെ കിച്ച് യുവർ സീറ്റ് എന്നാരാ പറഞ്ഞത്? കേരളത്തിലെ നിയമവ്യവസ്ഥയാണ് പറഞ്ഞത്. സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നമ്മൾ ആവേശത്തോടെ ഓർക്കുകയാണ്. പക്ഷെ ഇതിന്റെ അകത്ത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെങ്കിലും മനസ്സിലാക്കേണ്ടത്, ഈ സമരം നടത്തുന്ന കാലത്ത് ആ സമരനായകനായി നിന്ന് പ്രിയപ്പെട്ട PK ഫിറോസ് അനുഭവിച്ച ആത്മസംഘർഷം അദ്ദേഹത്തിന്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് നേരിട്ടറിയാം. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്തായിരിക്കും ഫൈസൽ ബാബു നിങ്ങളുടെ നിലപാട്? ഞാൻ അകത്തു പോകും, ഞാൻ ജയിൽ കാണുന്നുണ്ട്, ഞാൻ പിണറായി വിജയന്റെ കയ്യാമത്തെ കാണുന്നുണ്ട്, പക്ഷെ കോംപ്രമൈസ് ചെയ്യില്ല. ഇടനിലക്കാർ എന്നെ സമീപിക്കുന്നുണ്ട്, ഭരണത്തിന്റെ ദൂതന്മാർ എന്നെ സമീപിക്കുന്നുണ്ട്, പക്ഷേ ഇതിനകത്ത് സോഫ്റ്റ് കോർണർ ഇല്ല. പച്ചയായ നീതി നിഷേധം, അരുതായ്മ, അനീതി നടന്നിട്ടുണ്ട്. നമ്മൾ അതിനെ ചോദ്യം ചെയ്യും. പക്ഷേ ഭരണകൂടത്തിന് വേണമെങ്കിൽ എന്നെ വേട്ടയാടാം. അങ്ങനെ വേട്ടയാടി ഞാൻ അകത്തുപോയാൽ നിങ്ങൾ എന്തു ചെയ്യും? ഞാൻ അദ്ദേഹത്തോട്, യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ, ഫൈസൽ ബാബും ഫിറോസും തമ്മിലുള്ള പ്രശ്നമല്ല, യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ സെക്രട്ടറിയും തമ്മിലുള്ള ചർച്ചയാണ് എന്ന ഗൗരവത്തിൽ ഞാൻ തിരിച്ചു ചോദിച്ചു, ഫിറോസ് ഭായ്, ഞാൻ എന്തു ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയല്ല. നിങ്ങൾ അകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ സമരം തീർക്കും, ഞങ്ങൾ പ്ലക്കാർഡ് നടത്തും. കേരളത്തിന്റെ തെരുവുകളിൽ ജയിലിലാക്കപ്പെട്ട യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടി വലിയ പ്രക്ഷോഭമുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞപ്പോ ഫിറോസ് പറഞ്ഞു, അത് വേണ്ട, അതൊക്കെ അവിടെ വൈക്ക് നടന്നോളും. ഞാൻ അതിനല്ല വിളിച്ചത്. ഞാൻ വിട്ടേച്ചു പോകുന്ന ഈ അനീതിക്കെതിരെയുള്ള, ഈ അരുതായ്മക്കെതിരെയുള്ള, ഈ ബന്ധു നിയമത്തിനെതിരെയുള്ള സമരം മുന്നിൽ നിന്ന് നയിക്കാൻ നിങ്ങൾ ഉണ്ടാകില്ലേ എന്ന് പ്രിയപ്പെട്ട PK ഫിറോസ് എന്റെ ഫോണിലേക്ക് വിളിച്ച ഒരു സന്ദർഭത്തെ ഞാൻ ഈ സമയം ഓർത്തു പോവുകയാണ്. അതുകൊണ്ട് ഫിറോസിനെ ആക്രമിച്ചാൽ ഫിറോസിനെയല്ല ആക്രമിക്കുന്നത്. അങ്ങനെ ആരും മനസ്സിലാക്കണ്ട, അത് ഫിറോസ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. PK ഫിറോസിനെ ആക്രമിക്കുന്നതിലൂടെ യൂത്ത് ലീഗിന്റെ മുറയിലിനെ തകർക്കുകയാണ്. യൂത്ത് ലീഗിന്റെ മുറയിലിനെ തകർക്കുന്നതിലൂടെ മുസ്ലിം ലീഗിനെ ക്ഷയിപ്പിക്കുകയാണ്. മുസ്ലിം ലീഗിനെ ക്ഷയിപ്പിക്കുന്നതിലൂടെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുകയാണ്. ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തിയാൽ, ലീഗിനെ ക്ഷയിപ്പിച്ചാൽ AKG സെന്ററിന്റെ മുന്നിൽ
യാചകന്മാരെ പോലെ ഔദാര്യത്തിന് വേണ്ടി നിന്നുകൊടുക്കുന്ന ഒരു സമുദായമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ മാറ്റാൻ AKG സെന്ററിലെ ബുദ്ധിജീവികൾക്ക് കഴിയും. അങ്ങനെ നമുക്ക് ഔദാര്യമായി എന്താണ് അവർ തരിക? വഖഫ് തരും, ഹജ്ജ് തരും, ന്യൂനപക്ഷ മൈനോറിറ്റി വകുപ്പ് തരും. ഞങ്ങൾ CPM-നോട് പറയുന്നു, വഖഫും ന്യൂനപക്ഷവും മൈനോറിറ്റിയും തന്ന് കോംപ്രമൈസ് ചെയ്തിരിക്കാൻ. ഇത് ബംഗാളല്ല. ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ ഞങ്ങൾ നമ്പർ 2-ന്റെ കസാരയിൽ ഉണ്ടാകും. മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ, മിനിസ്റ്റർ ഫോർ PWD, മിനിസ്റ്റർ ഫോർ ഇൻഡസ്ട്രീസ്, ആ പ്രൊഫൈലുകൾ നമ്മൾ കൈകാര്യം ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട് മാറ്റിവെച്ച ഇന്ത്യയിലെ അൾട്രാ സെക്യുലർ പാർട്ടികളൊക്കെ ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന വകുപ്പ് നോക്ക്. ഹജ്ജ്, മൈനോറിറ്റി, വഖഫ്. വേറൊന്നും ചെയ്യൂല. ഫിനാൻസ് കൊടുക്കൂല, ഇൻഡസ്ട്രി കൊടുക്കൂല, IT കൊടുക്കൂല. പക്ഷേ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോ ഈ ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ, ഇൻഫർമേഷൻ ടെക്നോളജിയെ, ഇവിടുത്തെ പൊതുമരാമത്തിനെ, ഇവിടുത്തെ തദ്ദേശ വകുപ്പിനെ 7 പതിറ്റാണ്ടുകാലത്ത് ലീഗ് ഭരിച്ചിട്ടുണ്ട്, ലീഗ് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആ പ്രൊഫൈലിനെ അടിച്ചു തകർക്കണം. അതിനെന്താ വേണ്ടത്? പാണക്കാട് തങ്ങളെ നേരിട്ട് ആക്രമിച്ചാൽ സമുദായം പിടിതരില്ല. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള അധികായന്മാർ ആക്രമിച്ചാൽ പിടിതരില്ല. അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ഈ യുദ്ധം നടത്തുന്ന യുവജന നായകരെ യുദ്ധമണ്ഡലത്തിൽ തോൽപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ദൗത്യത്തെ തകർക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, നിങ്ങളിപ്പോൾ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന അവരുടെ പേരൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ മറന്നതാണെന്നൊന്നും ആരും വിചാരിക്കണ്ട. മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പഞ്ചായത്ത് സമ്മേളനത്തിൽ പേര് പറയാനുള്ള നിലവാരമുള്ളവരൊന്നുമല്ല അവരെന്നതാണ്. അസ്സലാമു അലൈക്കും.